കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട രാജേഷ് എന്ന യുവാവിന് വേണ്ടി ഇവിടെ പ്രാർത്ഥനയോടെ ഒരു നാടും ഈ നാട്ടുകാരും അതുപോലെ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തോളം, അതായത് കർണാടക ഫോറസ്റ്റ് അടക്കം വരുന്ന ഒരു ബൗണ്ടറി പ്രദേശമാണിത്. പുഴയുടെ ഇരുഭാഗങ്ങളിലും ഇവർ ഊർജിതമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഇവിടെ ഒരു പരിമിതിയുണ്ട്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുൻ ഇപ്പോൾ കർണാടകത്തിൽ ശിരൂരിൽ സംഭവിച്ചതുപോലെ ഒരു ദുരന്തമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഒരു കൃത്യത ഉണ്ടായിരുന്നു. ഒരു പ്രദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ തെരച്ചിൽ നടന്നത്. ഇവിടെ അത്തരത്തിലല്ല. ഏതായാലും രൗദ്രഭാവം പൂണ്ടൊഴുകിയ തേജസ്വിനി പുഴയുടെ കുത്തൊഴുക്കിൽപ്പെട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് രാജേഷ് ഇവിടുന്ന് ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി സാഹചര്യം മാത്രമല്ല, ഇപ്പോഴും ഈ പുഴയിൽ അതിശക്തമായ ഒഴുക്ക് തുടരുന്നതിൽ സ്കൂബ ടീമുകൾക്ക് പോലും മുങ്ങിത്തപ്പാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ നിലവിലുള്ളത്. ഏകദേശം 10-20ഓളം ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ സുധീഷ് സാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ തിരച്ചിൽ നടക്കുന്നത്. ഫയർഫോഴ്സ് അംഗങ്ങളും ദുരന്ത നിവാരണ സേന അംഗങ്ങളും അതുപോലെ സന്നദ്ധ പ്രവർത്തകരിലും കൂടി വലിയൊരു ടീമായിട്ട് തന്നെ ഈ പുഴയുടെ ഇരുവശങ്ങളിലുമായിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 കിലോമീറ്ററോളം ദൂരത്തിൽ ഓൾറെഡി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ പരിമിതികളുണ്ട്. കാരണം മഴയുണ്ട്, അതുപോലെ തന്നെ ഒഴുക്കുണ്ട്, അതിനിടയിൽ വീണ്ടും ഉരുളുപൊട്ടുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ തിരച്ചിൽ നടത്തുന്നത്. ഏതൊരു സാഹചര്യത്തിലും അതിജീവിക്കാൻ പ്രാപ്തിയുള്ള ആളാണ് ഈ രാജേഷ്. അദ്ദേഹം ഈ കർണാടക ഫോറസ്റ്റിനോട് ചേർന്നുള്ള ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടാകും. അദ്ദേഹം ജീവനോടെ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും കുടുംബക്കാരും ഇപ്പോഴും കാത്തിരിക്കുന്നത്. സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി മറ്റൊരാൾക്ക് നൽകി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കയറ്റി അതിനുശേഷം ആ കുത്തൊഴുക്കിലേക്ക് അകപ്പെട്ട രാജേഷിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാരും അദ്ദേഹത്തിന്റെ കുടുംബവും. കൊല്ലാടപ്പുഴയുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ വെള്ളം കയറി ചളി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഈ ഒരു പരിസരത്തിൽ മൊത്തം ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘത്തിൻ്റെയും ദുരന്ത നിവാരണ സേനയുടെയും സിവിൽ വാലണ്ടിയർമാരൊക്കെ ആയിട്ട് ഫുള്ള് തെരച്ചിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുധീഷ് സാറിന് ഇവർക്ക് നേതൃത്വം നൽകുന്ന ഈ തെരച്ചിലിനായിട്ട് ഇവിടെ ഏകദേശം 10-20ഓളം ആൾക്കാരാണ് ഈ ഒരു ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നത്. അതുപോലെ പുഴയുടെ ഇരുഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തോളമായി ഇവർ ഈ പുഴയുടെ ഇരുഭാഗങ്ങളിലും തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ നല്ല ഒഴുക്കുള്ളതിനാൽ പുഴയിലിറങ്ങി സ്കൂബ ടീമിന് പോലും തെരച്ചിൽ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നാണ് ഇവരിവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ മരങ്ങൾക്കിടയിലും അതുപോലെ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം ഇവരുടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ നിന്ന് മുതലുള്ള തെരച്ചിലാണ് ഇവർ പുഴയുടെ ഇരുഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന ഒരു പെർഫെക്റ്റ് സ്റ്റേക്കേഷൻ അനുഭവം. പ്രൈവറ്റ് പൂളോടുകൂടിയ ലക്ഷറി സ്റ്റേ നെഡ്മെക് കൗണ്ടി റിസോർട്ട് താബോർ. പൂർണ്ണമായ സ്വകാര്യതയോടെ ബാച്ചിലേഴ്സ്, കപ്പിൾസ്, ഫാമിലിയോടൊപ്പവും ആസ്വദിക്കാൻ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ സൗകര്യവും ഒപ്പം പബ്ലിക് പൂളും. കുട്ടികൾക്കായി പാർക്കുകളും ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമുകളും കിച്ചൺ ഫെസിലിറ്റി, ക്യാമ്പ് ഫയർ സൗകര്യവും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി തേജസ്വിനി പുഴയിലൂടെയുള്ള ആവേശമുണർത്തുന്ന റിവർ റാഫ്റ്റിംഗ് പാക്കേജുകൾ. ഫാമിലി ഗെറ്റ് ടുഗദറുകൾക്കും ഫ്രണ്ട് മീറ്റപ്പുകൾക്കും ഏറ്റവും അനുയോജ്യം. നട്മെക് കൗണ്ടി റിസോർട്ട് താബോർ. ഫോൺ 8848374327.